കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നോ നമ്മുടെ ആലിമൂട് താഴത്തങ്ങാടി ഭാഗമൊക്കെ വെള്ളം കയറി കിടക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ വേറൊരു സ്ഥലത്താണ് പോകുന്നത് കേട്ടോ. നമ്മൾ കുമ്മനം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു 5-6 കൊല്ലം മുന്നേ നമ്മൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്ഥലം കാണാനല്ല, ഇങ്ങനെ വെള്ളം കയറിയോ എന്നൊക്കെ അറിയാനായിട്ട് വന്നതാണ്. പക്ഷെ മനസ്സിൽ കരുതിയതിനേക്കാൾ കൂടുതൽ വെള്ളമായിപ്പോയി കേട്ടോ. ഞാനിവിടെ വെള്ളം കയറി ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ലാസ്റ്റ് ഇത് നിൽക്കാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. അതിൻ്റെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, വെള്ളം അതുപോലെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ ചേട്ടന്മാരാണ് പറഞ്ഞത് മുന്നോട്ട് വണ്ടി പോകത്തില്ല എന്ന്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ചു കേട്ടോ. തിരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ ദേണ്ട ഈ തോടൊക്കെ നിറഞ്ഞാണ് ഈ വഴിയിലൊക്കെ വെള്ളം. ഇത് വഴിയാണ് കേട്ടോ. ഒരാഴ്ച മഴ നന്നായിട്ട് പെയ്ത് ഒരാഴ്ച ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ പോയി നോക്കുകയാണ്. അപ്പോൾ വീടുകളൊക്കെ നല്ല നല്ല വീടുകളും എല്ലാം വെള്ളത്തിൻ്റെ അകത്താണ്. പിന്നെ കപ്പ കൃഷിയൊക്കെ ആയിരുന്നു, അതൊക്കെ കണ്ടോ എല്ലാം പോയി. പിന്നെ കൃഷി വെള്ളം കയറി കഴിയുമ്പോൾ എല്ലാവരും പറിക്കും കണ്ടോ. പിന്നെ ഒരു മീനൊക്കെ ചത്ത് പൊങ്ങി കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ വന്ന സ്ഥലം ഇതെവിടെയാന്ന് വെച്ചാൽ വയലോരം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. മിക്ക ആൾക്കാരും കേട്ടിട്ട് കാണും, നമ്മുടെ പല വീഡിയോസിൻ്റെ അകത്തും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നല്ല വേനൽക്ക് വന്നിരിക്കാനായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന നല്ല കാറ്റും ഒക്കെയാണ്. പിന്നെ ഈ നടുക്ക് കാണുന്നതാണ് വഴി കേട്ടോ. പിന്നെ 2 സൈഡും കണ്ടമാണ്. ഈ കണ്ടത്തിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അത് പോളയാണ് കേട്ടോ, ഈ പച്ച പോലെ കാണുന്നത്. അങ്ങനെ പോള നിറഞ്ഞു കിടക്കുന്നു. ഇവിടെ വേനൽക്കാലത്ത് ഇവിടെ വന്ന് ഇരിക്കാനും ഒക്കെ ചായ ചെറു കടികൾ അങ്ങനെയൊക്കെ ഉണ്ട്. എന്ത് രസമാണെന്നറിയോ. പക്ഷെ മഴക്കാലം ഇതുപോലെ വെള്ളം കയറി നമ്മളും ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മുട്ടപ്പം വെള്ളമുണ്ട്. കുറച്ച് വെയിൽ തെളിഞ്ഞപ്പോൾ ആണ് വന്നത് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല ഐഡിയ ഇല്ല. ഇവിടെ താമസിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വഴിയിൽ നിന്ന് മാറി നടക്കുന്നൊന്നുമില്ല, നമുക്കറിയത്തില്ല ഇവിടെ കുഴിയുന്നൊന്നും. അപ്പോൾ ഇത് കടകളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഉള്ള ചെറിയ ബജ്ജി കടകളൊക്കെയാണ്. പിന്നെ ഇവിടെ ഉള്ള ഇരിപ്പിടമൊക്കെ കണ്ടോ, അതിൻ്റെ ഒപ്പം വെള്ളമാണ്. ഇതൊക്കെ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ചെറിയ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിക്കൊണ്ടിരുന്ന സംഭവമൊക്കെയാണ്. അതൊക്കെ പോയി. പിന്നെ ഓരോ വീട്ടിലും ആൾക്കാരൊന്നും ഇല്ല. അവർ രാത്രിയിലൊക്കെ പോയത്. അവിടെയൊക്കെ ലൈറ്റ് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇതിലും കൂടുതൽ ഇപ്പം തന്നെ മുട്ടപ്പം വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലും കൂടുതൽ വെള്ളമാണ് മുന്നോട്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെയൊക്കെ ഇരിപ്പിടം ഓരോ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതായിരുന്നു. ഇവിടെ എല്ലാം വെള്ളമാണ്. എൻ്റെ മുട്ടപ്പം വെള്ളമുണ്ട്. ഞാനത് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ട് കാണുന്നത് ആ തെങ്ങൊക്കെ നിൽക്കുന്നിടത്തുണ്ടല്ലോ, അവിടെ വീടുകളൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം, അവിടെ ഒരു പട്ടി ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അതിനെ ഇട്ടിട്ട് അതിൻ്റെ ഉടമസ്ഥർ മാറി താമസിച്ചാവാം, ചിലപ്പോൾ അതിനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്കത് കേട്ടിട്ട് ഭയങ്കരമായിട്ടൊരു വിഷമം വന്നു. കാരണം അതുപോലെ ഭയങ്കരമായിട്ട് കിടന്ന് കരയുവാണ്. ആരും ഇല്ലാന്ന് ഉള്ള കാര്യം ഉറപ്പാണ്. അപ്പം പിന്നെ ആൾക്കാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകുമായിരിക്കും കേട്ടോ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത കാരണം തിരിച്ചു പോവാണ് കേട്ടോ, എല്ലാം കണ്ടിട്ട്. പിന്നെ ഇവിടെ മീനെ പിടിക്കാനായിട്ട് ചെറിയ കൂടയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അകത്തൂടെ നടക്കാനായിട്ട് എനിക്കത്ര ഇതൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ കാലൊക്കെ തെന്നി പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുറേ കൃഷികളൊക്കെ നശിച്ച് കിടക്കുന്നുണ്ട്, വാഴയൊക്കെ. പിന്നെ വെള്ളം കയറി കിടക്കുന്നൊരു വീട്, അമ്മ സിറ്റൗട്ടിലിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് എന്തൊരു ദുരിതമാണെന്നറിയോ. മനുഷ്യൻ്റെ ഓരോ വർഷവും ഓരോ അവസ്ഥകളിൽ കൂടെ മനുഷ്യൻ കടന്നു പോകുന്നത്. പിന്നെ ഈ കയറിയ വെള്ളമൊക്കെ ഒരാഴ്ചയൊക്കെ എടുക്കും കേട്ടോ, എല്ലാം ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വെള്ളമൊക്കെ മാറി ഉണങ്ങിയൊക്കെ വരാനായിട്ട്. എന്തായാലും കുമ്മനം, ആലിമൂട്, താഴത്തങ്ങാടി ഭാഗമൊക്കെ ഞാൻ ഏകദേശമൊക്കെ നിങ്ങളെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊരു കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റിനുമുള്ള വെള്ളം കണ്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും മുന്നോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരാൻ പോവാണ് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാൻ പറ്റണേ എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് പോവുകയാണേ. ഓക്കെ, ബൈ ബൈ.